ബിഗ് ടി വി ഇമ്പാക്ട്. ബിഗ് ടി വി വാർത്ത ഫലം കണ്ടു. ഡെസ്റ്റിറ്റ്യൂഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് ഓർഫനേജ് പ്രവേശനം അനിശ്ചിതത്വത്തിലായിരുന്ന മലപ്പുറം കാവനൂർ സ്വദേശിയായ 9 വയസ്സുകാരന് സർട്ടിഫിക്കറ്റ് ലഭിച്ചു. റവന്യൂ മന്ത്രി AP അനിൽകുമാർ ഇടപെട്ടാണ് പ്രശ്നം പരിഹരിച്ചത്. ബിഗ് ടി വി വാർത്തയ്ക്ക് പിന്നാലെയാണ് നടപടി. വളരെയേറെ സന്തോഷമുണ്ട്. ഒരു ഏകദേശം 2 മണിക്കൂർ കൊണ്ട് നമ്മുടെ സങ്കടത്തിന് ഒരു അറുതി വന്ന് ആദ്യമായിട്ട് ഞാൻ ബിഗ് ടി വിക്കും അതുപോലെ തന്നെ അതിൻ്റെ റിപ്പോർട്ടർക്കും സുജാ മാഡത്തിനൊക്കെ നന്ദി പറയുകയാണ്. ഒരു സാധുവായ കുട്ടിയുടെ ഈ കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഈ പരക്കം പാച്ചിലിന് ഒരു അറുതിയായി വളരെയേറെ ഒരുപാട് സന്തോഷമുണ്ട്. അതിൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. നമുക്ക് മന്ത്രിയോടും ആ ഒരു നന്ദി അറിയിക്കണം. അദ്ദേഹം ഉടനെ തന്നെ അതിൽ ഇടപെട്ടു. താങ്ക് യു ശ്രീ അനിൽകുമാർ, AP അനിൽകുമാർ. റവന്യൂ മന്ത്രിയാണ് ഈ പ്രശ്നത്തിൽ ഇടപെട്ടത്. സമീർ ബിൻ കരീം ഈ വാർത്ത, ആ കുഞ്ഞിന്റെ വിഷമം അധികൃതരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന ഞങ്ങളുടെ പ്രതിനിധിയാണ്. സമീർ, സുപ്രഭാതം, അഭിനന്ദനങ്ങൾ. ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ സമീർ അതിന് പിന്നാലെ പോയി കൃത്യമായി മന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. അതും അതിവേഗത്തിൽ ആ ഇടപെടൽ ഉണ്ടായി എന്നുള്ളത് നമ്മുടെ സന്തോഷം കൂട്ടുകയല്ലേ സമീർ? താങ്ക് യു സുജിയ. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇന്നലെ വളരെ സങ്കടത്തോടു കൂടിയാണ് നമ്മൾ ഈ വാർത്ത അതിരാവിലെ സുപ്രഭാതം വിത്ത് സുജിയ പാർവതി ഷോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. അപ്പോഴാണ് സുജിയ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി ഫോളോ ചെയ്യാനുള്ള നിർദ്ദേശം നൽകിയത്. ഇതിന് പിന്നാലെ വാർത്ത വന്ന് ഉടനെ തന്നെ AP അനിൽകുമാർ വിഷയത്തിൽ ഇടപെട്ടു. 2 മണിക്കൂറിനകം തന്നെ ആ കുഞ്ഞിന് സർട്ടിഫിക്കറ്റ് കിട്ടി. ആ സർട്ടിഫിക്കറ്റുമായി ഓർഫനേജിൽ അഡ്മിഷൻ കിട്ടി എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം. ഈ കാവനൂർ വില്ലേജ് ഓഫീസിൽ ഇതുമായി ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർ ഉണ്ടായിരുന്നാൽ അദ്ദേഹം അവധിയിലായിരുന്നു. പകരം മഞ്ചേരി വില്ലേജ് ഓഫീസർക്ക് ആയിരുന്നു ചുമതല. ഈ മഞ്ചേരി വില്ലേജ് ഓഫീസറെ ഈ ഡെസ്റ്റിറ്റ്യൂഷൻ സർട്ടിഫിക്കറ്റിന് വേണ്ടി ഇദ്ദേഹം സമീപിച്ചെങ്കിലും അദ്ദേഹം നൽകിയിരുന്നില്ല. അതിന് പിന്നാലെയാണ് നമ്മൾ വാർത്ത നൽകിയത്. വാർത്ത വന്നതിന് ശേഷം ഈ കാവനൂർ വില്ലേജ് ഓഫീസറായി പ്രത്യേകം ഒരാൾക്ക് ചുമതല നൽകി. ആ ചുമതല നൽകിയ ആളാണ് വളരെ വേഗത്തിൽ തന്നെ ഒപ്പിട്ട് നൽകി. അതിനുശേഷമാണ് ഈ കുഞ്ഞിന് അഡ്മിഷൻ ലഭിച്ചത് എന്നുള്ളതാണ് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യം. ഈ കുഞ്ഞിന്റെ പശ്ചാത്തലം വളരെ ദയനീയമായിരുന്നു. നമ്മൾ ആ വീട്ടിലൊക്കെ പോയതാണ്. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഈ കുഞ്ഞിന് ഒരു വീടില്ല. ആ പിതാവാണെങ്കിൽ ഈ കുഞ്ഞിന്റെ പിതാവ് കിടപ്പ് രോഗിയാണ്. അദ്ദേഹത്തിന് എഴുന്നേൽക്കാനോ സംസാരിക്കാനോ പോലും കഴിയില്ല. വീൽ ചെയറിലുമാണ്. അപ്പോൾ നമ്മളോട് സംസാരിക്കുന്നതൊക്കെ തന്നെ ഇദ്ദേഹത്തിന്റെ അയൽവാസി കൂടിയായ കബീറാണ്. കബീർ കഴിഞ്ഞ 25-ാം തീയതി മുതൽ 30-ാം തീയതി വരെ കഴിഞ്ഞ ദിവസം വരെ ഇതുമായി ബന്ധപ്പെട്ട് വില്ലേജ് ഓഫീസുകളൊക്കെ കയറി ഇറങ്ങി അദ്ദേഹം ജോലിക്ക് പോലും പോവാതെ ഇതിന് പിന്നാലെയായിരുന്നു. ഏറ്റവും ഒടുവിൽ നിരാശപ്പെട്ട് ഒരു വഴിയുമില്ലാതായതോടുകൂടിയാണ് അദ്ദേഹം നമ്മളെ സമീപിക്കുന്നത്. നമ്മൾ വിഷയത്തിൽ അതിവേഗം ഇടപെടുകയും ഉടനെ തന്നെ നമ്മുടെ ഒരു പ്രേക്ഷകൻ ചോദിക്കുകയാണ്, ആ കുഞ്ഞിനെ ഓർഫനേജിൽ വിട്ടത് നിങ്ങൾക്ക് സന്തോഷം വർദ്ധിപ്പിച്ചോ? ഓർഫനേജിലെ ജീവിതം അത്ര നല്ലതല്ല എന്ന് ഒരു ഫെറാൽ എന്ന് പറയുന്ന ആൾ പറയുകയാണ്. ആ കുഞ്ഞിന്റെ നിലവിലെ ജീവിതത്തിൽ ആ കുഞ്ഞിന് അവിടെ പ്രവേശനം കിട്ടി, ആ കുഞ്ഞിന് പഠിക്കാനുള്ള സൗകര്യങ്ങൾ അതെല്ലാം കിട്ടുന്ന നല്ല ഒരു ഇടത്തേക്കാണ്, സുരക്ഷിതമായ ഇടത്തേക്കാണ് ആ കുഞ്ഞ് മാറുന്നത് എന്നതുകൂടി ഉറപ്പാക്കിക്കൊണ്ടല്ലേ നമ്മൾ ഈ വാർത്തയ്ക്കൊപ്പം നിന്നത് സമീർ? സുജിയ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ആ കുഞ്ഞിന്റെ വീട്ടു ചെലവിന് പോലും പണമില്ല. നാട്ടുകാരൊക്കെ തന്നെ പണം നൽകിയാണ് ഈ കുഞ്ഞിന്റെ കുടുംബവും ഒക്കെ തന്നെ നോക്കുന്നത്. ഈ ഒരു സമയത്ത് കുഞ്ഞിനെ ഏതെങ്കിലും ഒരു UP സ്കൂളിൽ അഡ്മിഷൻ എടുക്കുക, അവിടെ ചേരുക എന്നുള്ള പ്രയാസമാണ്. കാരണം അതിന് ദൂരെ ഉള്ള സ്കൂളാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് ഈ കുഞ്ഞിനെ കൊണ്ടുപോകാനോ കൊണ്ടുവരാനോ ഈ കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കാൻ ആരും തന്നെ ഇല്ല. പക്ഷേ ഈ ഓർഫനേജിൽ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ കുഞ്ഞിന് നല്ല വസ്ത്രം ധരിക്കാം, നല്ല പഠനാന്തരീക്ഷം കിട്ടും, നല്ല ഭക്ഷണം കിട്ടും. അങ്ങനെ കുഞ്ഞിന്റെ മുഴുവൻ ചിലവും കുഞ്ഞിന്റെ നല്ല പഠന അന്തരീക്ഷവും ഈ ഓർഫനേജ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതിന് തടസ്സമായി നിന്നതാണ് ഈ സർട്ടിഫിക്കറ്റ് എന്നുള്ളത്. അതുകൊണ്ട് ഈ കുഞ്ഞ് ആഗ്രഹിക്കുന്നതും കുടുംബം ആഗ്രഹിക്കുന്നതും നാട്ടുകാർ ആഗ്രഹിക്കുന്നതും ഈ ഓർഫനേജിൽ അഡ്മിഷൻ കിട്ടുക, അതുവഴി കുഞ്ഞിന് നല്ലൊരു പഠനാന്തരീക്ഷം ഉണ്ടാവുക എന്നുള്ളതാണ്. അതാണ് നമ്മളിലൂടെ സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മൾ ആ സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കി ആ കുഞ്ഞിന്റെ അഡ്മിഷൻ ലഭ്യമാക്കാൻ ചെയ്തിരിക്കുന്നത്. ഇതിൽ ഒരാളെ കൂടി അഭിനന്ദിക്കേണ്ടതുണ്ട് സുജിയ. പ്രത്യേകിച്ച് നമ്മളുമായി സംസാരിച്ച കബീർ എന്ന് പറയുന്ന അദ്ദേഹം അയൽവാസി മാത്രമാണ്. അദ്ദേഹം അയൽവാസി എന്നുള്ള നിലക്ക് അദ്ദേഹം നിരന്തരമായി ഈ വിഷയത്തിന് പിന്നാലെ നടന്ന് അദ്ദേഹത്തിന്റെ ജോലി പോലും ഒഴിവാക്കി നടന്നുകൊണ്ടാണ് അദ്ദേഹം ഇതിനു കൂടി ഒരു പരിഹാരം കാണാനുള്ള ശ്രമം നടത്തിയത്. അദ്ദേഹത്തെ കൂടി നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ അഭിനന്ദിക്കേണ്ടതുണ്ട്. തീർച്ചയായും സമീർ, നല്ല മനുഷ്യർ കബീറിനെ പോലെയുള്ളവർ ചുറ്റുവട്ടത്തുണ്ടെങ്കിൽ, അയൽപ്പക്കത്ത് ഒരു കുഞ്ഞിന്റെ നിലവിളി കേട്ടാൽ പോയി നോക്കണം എന്ന കുഞ്ഞുങ്ങൾക്ക് നേരെയുള്ള ക്രൂരതകളുടെ കാര്യത്തിൽ നമ്മൾ പറയാറുണ്ട്. ഇത് ആ കുഞ്ഞിന്റെ വിശന്നുള്ള നിലവിളിയാണ്. ആ കുഞ്ഞിന് ഒരു ഗതിയില്ലാതെ നിൽക്കുമ്പോഴാണ് അതിന്റെ ജീവിതത്തിലേക്ക് വന്ന് കബീർ ഇടപെട്ടത്. കബീർ, നിങ്ങളൊരു നല്ല മനുഷ്യനാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. താങ്ക് യു സമീർ ബിൻ കരീം. ഒരുപാട് വലിയ വാർത്തകൾക്കിടയിൽ ഒരു കുഞ്ഞിന്റെ സങ്കടം പരിഹരിക്കാനായി അതിന് പിന്നാലെ ഓടാൻ കാണിച്ച മനസ്സിന് ഇടപെടലാണ് വാർത്ത. നമ്മൾ ഒരു കുഞ്ഞിന് ഒരു സന്തോഷം ഉണ്ടാക്കി കൊടുക്കാൻ, അതിന്റെ ജീവിതത്തിൽ ഒരു ഇടപെടൽ നടത്താൻ കുറച്ച് സമയം മാറ്റിവെക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ഒരു രാഷ്ട്രീയ പ്രതികരണം നഷ്ടപ്പെട്ടെന്ന് വരാം. അതല്ല അതിലെ കാര്യം. ഇതുപോലെയുള്ള വാർത്തകൾക്ക് ബിഗ് ടി വിയിൽ എന്നും ഇടമുണ്ടാകും. അതുതന്നെയാണ് ഞങ്ങൾ കരുതുന്നത് മാധ്യമപ്രവർത്തനത്തിന്റെ ശരിയായ രീതിയായി.